എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ ചെയ്തിരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് വെജ് വീറ്റ് നൂഡിൽസ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ? ആദ്യം നമുക്ക് ഈ നൂഡിൽസിൻ്റെ വീറ്റ് നൂഡിൽസ് ഉണ്ടാക്കാനുള്ള പ്രോസസ്സാണ് ചെയ്യുന്നത്. ആദ്യം വെള്ളം കുറച്ച് തിളപ്പിക്കാൻ വെക്കണം. അതിലേക്ക് ഉപ്പും കുറച്ച് എണ്ണയും ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാളൂ, കാരണം ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ആഡ് ചെയ്തുകൊണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാളൂ. പിന്നെ ഇളം ചൂടുവെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ തേച്ച് തന്നെ നമ്മൾ അത് കുറച്ച് ടൈം എടുക്കും ഇത് മിക്സ് ചെയ്തെടുക്കാൻ, കാരണം വെള്ളം കൂടുതലാണ് കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് തേച്ച് നല്ല ഇതായിട്ട് സോഫ്റ്റാക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെയ്ത സെയിം രീതിയിൽ തന്നെ ഇച്ചിരി വലിയ ഹോളുള്ള അച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മിക്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് പീച്ച് ഇടുന്നത് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടേണ്ടത്. അപ്പം നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. അപ്പം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഇതൊരു 3-4 മിനിറ്റ് വെച്ചാൽ മതി. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ചാൽ അതങ്ങ് മെൽറ്റാകും, അല്ലെങ്കിൽ അതൊരു കുഴഞ്ഞ പരുവാകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കരുത്. പിന്നെ നമുക്കൊരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ തിളച്ച് നല്ല വെന്തെന്നൊരിത് വരുമ്പോൾ നമ്മൾ ഉടനെ എടുത്ത് ഒരു തണുത്ത വെള്ളത്തിലേക്കാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ തണുത്ത വെള്ളത്തിൽ തന്നെ 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ആദ്യം വെളുത്തുള്ളിയാണ് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്. അതിനുശേഷം സവോള ഇടുന്നു. സവോള ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇടുന്നുണ്ട് ഞാൻ, പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഞാൻ ഇടുന്നത് ബ്രക്കോളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും, ഇപ്പോൾ ക്യാബേജോ എന്ത് വേണമെങ്കിലും, പിന്നെ ഇവൻ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കനൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഇത് ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചെന്ന് വെച്ചാൽ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് കേട്ടോ. ചെറിയ ഒന്ന് വെന്ത് കിട്ടും, അപ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടും നമുക്ക് വെജിറ്റബിൾസിനൊക്കെ. പിന്നെ നമ്മളിവിടെ ഇടുന്ന സോയാ സോസ്, ചില്ലി സോസ്, പിന്നെ ടൊമാറ്റോ സോസ്, എല്ലാത്തിൻ്റെ അളവ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. എല്ലാ ടേബിൾ സ്പൂൺ അളവ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം, കാരണം സോസിൽ ഉപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ചില്ലേ നമ്മുടെ നൂഡിൽസ്, നമ്മുടെ വീറ്റ് നൂഡിൽസ്, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഈ വെജ് നൂഡിൽസാന്ന് പറയുമ്പോൾ ആൾക്കാർക്കൊരിതുണ്ട്, അത്ര വലിയ ടേസ്റ്റാണത്, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിപ്പം നോൺ വെജ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് ഏത് നോൺ വെജ് വേണമെങ്കിലും ഇടാം കേട്ടോ. അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഒരു കമൻറ്റ് എനിക്ക് വേണ്ടി ഒന്ന് തരണേ. എന്ത് അഭിപ്രായമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ ശരി, നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.